പേരൊക്കെ ചെയ്തി നമുക്ക് അവിടെ മെഷീൻ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഹനയായി ഏർലി മോർണിംഗ് തന്നെ നമുക്കൊരു കോഫിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ദേണ്ട ഷെഫിക നമ്മുടെ ബസ് ദേണ്ട് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിന്ന് നേരെ ഗുരുവായൂർക്കാണ് ട്രിപ്പ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള സോക്ഷം മറ്റൊരു പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഗുരുവായൂർക്കാണ്. നമുക്ക് ഒറ്റപ്പാലത്താണ് ട്രിപ്പ്. നമ്മൾ ഇന്നലെ നമ്മുടെ ഡ്രീം പാലസിൻ്റെ ഷെഡിലാണ് വണ്ടി നിർത്തിയത്. അപ്പോൾ കുളപ്പള്ളി സ്റ്റാൻഡിൽ. അപ്പോൾ അവിടുന്ന് രാവിലെ എടുത്തു, ഏകദേശം ഒരു 5:45 ആകുമ്പോഴേക്കും എടുത്തു. എന്നിട്ട് 6 മണി ഒരു 6-6:15 ആകുമ്പോൾ നമുക്ക് അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. 6:30 നമുക്ക് അതിന് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും കോഫി കുടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. ചെറിയൊരു സംഗതി, ഇന്നലെ നമ്മൾ സത്യത്തിൽ ഗുരുവായൂരാണെന്ന് ചോദിച്ചു. ഇന്നലെ നേരെ എറണാകുളത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ ഗുരുവായൂർക്ക് തന്നെയാണ് പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഒന്നുകൂടി കൺഫേം ചെയ്ത് പറഞ്ഞുതരാം. എനിവേ നമുക്ക് നോക്കാം. ഒന്നും ഈ ട്രിപ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറുക്കൻ നൈസായിട്ട് അവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ അപ്പോഴേക്കും ഡിപ്പറൊക്കെ ഉണ്ടായിരുന്നു, അത് കാരണം ഇവിടെ നിർത്താൻ നമ്മൾ നേരെ ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ കുട നിർത്തിയിട്ട് നമുക്ക് ഈ റൂട്ടിൽ നിന്നാണ് ആൾ വരാനുള്ളത്. ഓക്കെ, ഇതൊരു മനയ്ക്കുള്ള റോഡാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ നിർത്താനാണ് പറഞ്ഞത്. നമ്മൾ നൈസായിട്ട് സൈഡാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സംഗതി. നമ്മളിപ്പോൾ ഓൾറെഡി ആകെട്ട വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബസ് വന്നു എന്നുള്ള രീതിയിലുള്ള വീഡിയോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതുവരേക്കും സന്ധിക്കും വരെ വണക്കം. നമ്മൾ വണ്ടി എടുത്തു. വണ്ടിയിലാകെ 15 പേരേ ഉള്ളൂ. ആൾക്കാർ ഭയങ്കര കുറവാണ്. ബാക്കി ഇവിടെ ഉള്ളവരൊക്കെ മെയിൻ ആൾക്കാരൊക്കെ ഓൾറെഡി ഗുരുവായൂരാണ് പറഞ്ഞത്. ഇവിടെ ആകെ 15 ലക്ഷം എത്ര ആൾക്കാരുള്ളൂ. നമുക്ക് പോണ വഴിക്ക് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഫുഡ് കഴിക്കണം. അവിടെ മണ്ഡപത്തിൽ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് നൈസായിട്ട് വടക്കഞ്ചേരി ആ ഒരു വഴി നമ്മൾ ഗുരുവായൂർക്ക് പോകാനുള്ള പ്ലാനിങ് ആണ്. എന്തായാലും ആ റൂട്ടാണ് നമ്മൾ ഇതാക്കിയിട്ട് ഇനി അവിടുത്തെ ഫുഡ് കഴിക്കുന്നവർക്ക് എത്തുന്നിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലിൽ നിന്ന് വണ്ടി എടുത്തു. അങ്ങനെ നമ്മൾ കുളപ്പള്ളി സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള കല്യാണമണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ചടങ്ങുള്ളൂ. അപ്പോഴേക്കും ഡ്രീം പാലസിൻ്റെ വണ്ടി പോകുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് പോയി. അത് നമ്മുടെ കൂടെ ഉള്ളതാണ്. എന്തായാലും നേരത്തെ പോയിട്ട് സ്ഥലങ്ങളൊക്കെ നോക്കി വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ എന്താ വെച്ചാൽ ഏതൊരു ഓഡിറ്റോറിയം പറഞ്ഞു, എന്തൊരു പുഷ്പാഞ്ജലി അങ്ങനെ എന്തൊരു ഓഡിറ്റോറിയം പറഞ്ഞു. അപ്പോൾ അവിടേക്ക് ബസ് പോലും നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ മൂപ്പര് പോയിട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ നേരം വരെ നമുക്ക് വലിയ പ്രശ്നമില്ല. എന്തായാലും ഡോറ് നമുക്കൊന്ന് തുറന്നിടാം. അതാകുമ്പോൾ കുറച്ച് വായുസഞ്ചാരമൊക്കെ വരും. ഇവിടെ പിന്നെ വേറെ ആരും പുറത്തുനിന്ന് വരാനില്ലല്ലോ. ഇനി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഭക്ഷണം കഴിക്കാൻ പോവാം. യെസ്, എനിക്ക് വേണ്ടി കാത്തുകയാണ്. ബൈ ബൈ. ഭക്ഷണമൊക്കെ കേൾക്കില്ല, പുറത്തിറങ്ങി സത്യം പറയല്ലോ. അടിപൊളി ഫുഡ് വെച്ചാൽ അടിപൊളി അല്ലേ ഷെഫിക? നല്ല ഇഡ്ഡലി, സാമ്പാർ, ചട്നി, അതുപോലെ തന്നെ പുതിയ ചട്നിയും പിന്നെ ഉള്ളി സംബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒന്നൊക്കൊന്നും ഇത് മെച്ചെന്ന് പറയാം. അതുപോലെ തന്നെ പാടാം. അടിപൊളി ഫുഡാണ്ടായിരുന്നു. ഇവർ ആൾക്കാർ തന്നെ റെഡിയാക്കി. ഒന്ന് നോക്കണോ? അടി ഭയങ്കര വീട്ടിലേക്കണം ഷെഫിക? അല്ല, ഒന്ന് നോക്കണം. അടി നോക്കണോ? അടി മുട്ടുവന്ന് റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ട. കാരണം പുതിയ ലിപ്പല്ലേ. വരെ ഓ ഇഷ്ടം പറയാപ്പില്ല. അങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയ്യത്തട എന്ന് പറഞ്ഞാൽ അവിടെ തിന്നാൻ പറ്റില്ലല്ലോ. അത് കാരണമാണ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ട് ഇതാക്കണം. ഇപ്പോൾ തന്നെ ഗ്യാപ്പ് ഒക്കെ വളരെ കുറവാണ്. കുഴപ്പമില്ല. ലിപ്പ് ഓൾറെഡി നമ്മൾ നല്ല ലോവർ ചെയ്തിട്ടുണ്ട്. സാധാരണത്തെക്കാട്ടിലും നമ്മൾ ലോവർ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തുറക്കാത്ര താമസം. നമുക്ക് നമ്മളെ എത്തിയിരിക്കുന്നു. ഏതോ ഒരു ബസ് കുറേ കാലം കിടക്കും. ഇത് ഞാൻ ചെറുപ്പം മുതൽ കാണാം. ഈ വണ്ടി ഞാൻ ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങിയതാ. ഈ വണ്ടിയെ ചെറുപ്പം മുതലേ കാണാൻ തുടങ്ങിയതാ. അടവ് കയറ്റിയിട്ട് തന്നെ പിടിച്ചിട്ട് എന്താ അങ്ങനെ ഇങ്ങനെ കുറേ വണ്ടികൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇവിടെയൊക്കെ അതായത് പഴയ മോഡൽ വണ്ടികൾ കിടക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് താഴെ നമ്മുടെ 3 പീസ് ഗ്ലാസ് ബോഡി വണ്ടിയൊക്കെ എവിടേക്ക് കിടക്കേണ്ടത് അറിയാം. എവിടെ പ്രോപ്പർ സ്ഥലം എന്നറിയില്ല. നമുക്ക് രജിസ്റ്റേഷനൊക്കെ മെസ്സേജ് അയച്ച് തന്നതാണ്. എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. 3 പീസ് ഗ്ലാസ് ബോഡിയുള്ള വണ്ടിയൊക്കെ പറ്റിച്ച് നമുക്കൊന്ന് പോയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ട് നമുക്ക് സെറ്റാക്കാം. എന്തേ നോക്കാം. ഐസിയുടെ നമ്മുടെ ഫിക്സഡ് ഗ്ലാസ് ഭാരത് ബെൻസ് കിടക്കുന്നു.
ചെല്ലുന്നത് ഐശ്വര്യ ഷെട്ടിക്കുണ്ട്. താവളം ട്രാവലർ 3 കിടക്കും. ഇവിടെയും കിടക്കുന്നുണ്ട്. ഓൾവോ നിൽക്കുന്നു. ഓൾവോ ആണ്. ഇതൊക്കെ എങ്ങനെയാണ് നല്ല ഒടിയുള്ള വണ്ടിയല്ലേ? ആ വൺ സൈഡ് വീട് ഇത് കൂടെ കയറി വന്നിട്ട് റിവേഴ്സ് ഇട്ടുണ്ടാവും. രാത്രി കയറ്റിയതാവും. ഈ ചേട്ടൻ പോയാൽ നമുക്ക് വോൾവോയും ബെൻസും ഒക്കെ ഇഷ്ടം പോലെ കിടക്കുന്ന ആളാണ്. മെയിനായിട്ട് വോൾവോ ആണ്. സ്കാനിയ 2-3 എണ്ണത്തില്ല. അത് ആ നേരെ കിടക്കുന്ന സ്കാനിയാണ്. ഇത് നമ്മുടെ ഗ്ലൈഡറാണ്. ഇത് വോൾവോ ആണ്. ഇതും വോൾവോ ആണ്. എന്തല്ലേ ആ നമുക്ക് എടുക്കണം ഭാവിയിൽ. ഒരു വോൾവോയിൽ എടുക്കാനുള്ള ആഗ്രഹമുണ്ട്. നോക്കി വേണം പറ്റില്ല നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആൾക്കാരെ എല്ലാവരും ഇറക്കി നൈസായിട്ട് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാൻ നോക്കണം. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. വിഷയം പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ല എന്നാണ്. ഉള്ളിലാണ് ഇവിടെ ഇതൊക്കെ. എവിടെയെങ്കിലും ഗ്യാപ്പ് ഒക്കെ മുനിസിപ്പാലിറ്റിയുടെ പാർക്കിങ്ങിൽ എവിടെയെങ്കിലും കൊണ്ട് നിർത്താൻ നോക്കണം. നൈസായിട്ട് ഇങ്ങോട്ട് നടന്നു വരുന്ന വണ്ടി വരും. മുഹൂർത്തം ദിവസം ഇഷ്ടം പോലെ ട്രാവലറും ഇതൊക്കെ ഉണ്ട്. ഞാൻ ഇതിന് അറിയാതെ ഞാൻ അപ്പുറത്തെ കൂടെ ഞാൻ ഉള്ളിൽ ലിങ്ക് റോഡിൽ കയറി. അവിടെ എത്തിയപ്പോ നോ എൻട്രി. അങ്ങനെ കറങ്ങി ചേരാൻ. അതെന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു പാർക്കിങ് നോക്കാം. ഗോകുലം ഇവിടെയൊക്കെ അടിച്ചോ അടിച്ചോ അടിച്ചോ. ഇവിടെ നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ പാർക്കിങ്ങിലാണ്. ഇവിടെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ മുൾഭാഗം തട്ടുമോ ഒക്കെ നോക്കണം. വാ 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 വാ. സ്റ്റേഡിയാക്ക് സ്റ്റേഡിയാക്ക് സ്റ്റേഡിയാക്കുക. വാ 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 സ്റ്റേഡിയാക്കുക. നമ്മളങ്ങനെ മുനിസിപ്പാലിറ്റി പാർക്കിൻ്റെ ഉള്ളിൽ കയറ്റി. ഇവിടെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ വെയിൽ കൊള്ളില്ല വണ്ടി. ഫ്രണ്ട് ചെറിയൊരു ഭാഗമേ വെയിലും ഉള്ളൂ. ഇത്രയും ഭാഗം ഫുള്ള് ഇരുട്ടിലാവും കിടക്കുക. അതുകൊണ്ട് കൂളിങ് കുറയില്ല. കൂളിങ് അതേപോലെ നിലനിൽക്കും. എന്തായാലും കർട്ടൻ നമ്മൾ ക്ലോസ് ചെയ്യാണ്. കാരണം AC വണ്ടികളുടെ കർട്ടൻ ഓപ്പൺ ചെയ്തിട്ടാൽ ഭയങ്കരമായിട്ട് ഹീറ്റാവും വണ്ടി. അപ്പം അത് കാരണം നമ്മളെപ്പോഴും കർട്ടൻ നോക്കിയിടും. നല്ല കാര്യമാണ്. അത്ര ഹീറ്റ് നമുക്ക് വരില്ല. നൈസ് പരിപാടിയാണ്. പിന്നെ പൊതുവെ ഈ കൂളിങ്ങൊക്കെ എല്ലാ വണ്ടിയൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്. കാരണം ഹീറ്റ് എത്രയും കുറയും. അതിപ്പോൾ നമ്മൾ ഗണേഷ് കുമാർ സാറ് ഒന്ന് ആലോചിച്ച് നടക്കേണ്ടതൊക്കെ തന്നെയാണ്. അത് മന്ത്രി ആവണതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ സാറ് പറഞ്ഞിരുന്നു. പക്ഷേ മന്ത്രി ആയതിനു ശേഷം അതിന് പറ്റിയൊരു നടപടികളൊന്നും എടുത്ത് കണ്ടില്ല. അത്രയും വെയിലുള്ള സമയത്തൊന്നും മന്ത്രി അതിനെക്കുറിച്ചൊന്നും വാചാലന പോലും ആകുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. താഴത്ത് പറഞ്ഞാൽ മതി. നമ്മളങ്ങനെ ചെറുക്കാൻ നിർത്തി. ഇതൊരു പ്രശ്നക്കാരൻ. യെസ്, നേരെ ഭക്ഷണം കഴിക്കാൻ സമയം വന്നിട്ട് ഏകദേശം 10:10 ആയിട്ടേ ഉള്ളൂ. സംഗതി അവർ പെട്ടെന്ന് ഇറങ്ങാൻ. ഇന്ന് നാട്ടിൽ കുറച്ച് പൂരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ അവിടെ എത്താമെന്ന് ഓൾറെഡി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും 15 പേരേ ഉള്ളൂ. പിന്നെ വണ്ടി ഉണ്ടോ നൈസായിട്ട് ഫുൾ തണലത്തേക്ക് കയറ്റി നിർത്തിയാൽ മതി. സൈഡാക്കി നിർത്തിയിട്ട് അത് തന്നെ വലിയൊരു കാര്യമാണ്. തണൽ വെച്ചോട് നിർത്തുന്നത് കുഴപ്പമില്ല. തണൽ തന്നിട്ടുണ്ടത്. അതുപോലെ നമുക്ക് ഷെഫിക്കും മറ്റേ ഡ്രീം പാലസിൻ്റെ ഡ്രൈവറും നേരത്തെ പോയി. പാർക്കിങ്ങിന് പൈസ കൊടുക്കണ്ടോ, അല്ലാതെ ഫ്രീ അല്ല. നമ്മുടെ ഗുരുവായൂർ നഗരസഭയുടെ പാർക്കിംഗ് ആണ്. നല്ലൊരു സംഗതിയാണ്. ഒരു 3-4 സ്റ്റോർ ബിൽഡിംഗ് ഉണ്ട്. ബസ്സിന് താഴെ പാർക്ക് ചെയ്യാനുള്ള ഗ്യാപ്പുണ്ട്. അടിപൊളിയാണ്. ബ്രഹ്മോസിൻ്റെ കുട്ടിവണ്ടി ഇവർ AC ട്രിപ്പ് തന്നെയാണ്. ഓജസ് ബോഡിയിൽ ഇറങ്ങിയ കുട്ടിവണ്ടി നല്ല രസമുണ്ട്. ഇപ്പോൾ എല്ലാവരും AC ഓട്ടാണ്. നോൺ AC ഓട്ട് കുറവ് പോകുന്നുണ്ട്. AC ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് കേട്ടോ. ചൂട് സമയത്ത് തന്നെ ഓട്ടുള്ളൂ. മെയിനായിട്ടുള്ള ഫോക്കസ് സ്റ്റൈലാണ്. നമുക്ക് എന്തായാലും പോവാം. നമുക്ക് ഇവിടെയായിരുന്നു സംഗതി കല്യാണത്തിൻ്റെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ അവിടെ AC സുഖിച്ചിരുന്നു. അടിപൊളി ഫുഡ്. ഉഴയണുണ്ടല്ലേ. ഫുഡൊക്കെ നല്ല ഫുഡുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നേരെ പോവാം.
എന്നിട്ട് നമ്മുടെ ബസ് ആ റോഡിൽ കൂടെ പോയ ബസ്സിൻ്റെ അടുത്തേക്ക് എത്തുന്ന പ്രതീക്ഷിക്കുന്നത് രീതിയിൽ പോയിട്ട് അവിടെ എത്താം. ഹൈ റൈഡർ ഷെഫിക്ക, നാളെ ഡെലിവറി എടുക്കാൻ പോണ വണ്ടി. ഷെഫിക്കയുടെ ഫാമിലിക്ക് പുതിയൊരു ഹൈ റൈഡറും കൂടി വരുന്നുണ്ട്. നല്ല വലിപ്പമുണ്ടില്ല സാധനം. ബാക്കിൽ കൂടി 2 സീറ്റ് ആഡ് ചെയ്യായിരുന്നു അവർക്ക്. കൊള്ളാം. മഞ്ജുലാൽ നമ്മൾ നിർത്തിയപ്പോഴേക്കും ഒരു ബസ് വരും കേട്ടോ. അത് കഴിഞ്ഞാൽ കൊടുത്തപ്പോഴേക്കും എന്താ ചെയ്യേണ്ട, ബസ്സുകളൊക്കെ കിടക്കുന്നു. ശക്തിയുടെ BS6 പുത്തൻ വണ്ടി, ശക്തിയുടെ വേറൊരു വണ്ടി, അതിൻ്റെ അപ്പുറത്ത് വേറൊരു വണ്ടി, ബ്രഹ്മോസിൻ്റെ വണ്ടി. കൊള്ളാം, നൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ ഏകദേശം റെഡി ചെയ്യുന്ന പറഞ്ഞപ്പോൾ നമുക്ക് വണ്ടി അത് റെഡി ചെയ്യുന്ന പറഞ്ഞ ആൾക്കാർ ഒന്നതോ ചാവി ഏൽപ്പിച്ചിരിക്കുന്നു. റെഡി വിളിച്ചേ. നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഉള്ളിലിട്ട് കാരണം AC കൂള് പോയിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിൽ പോവാതിരിക്കാന്നില്ല, കാരണം ഫുൾ കർട്ടനൊക്കെ ഇട്ടിട്ടല്ലോ. നമുക്കൊക്കെ എന്തായാലും ഫ്രണ്ട് എന്തായാലും ചൂടായി ഉണ്ടാവും. നിങ്ങളുടെ വെള്ള മോളിന്ന് അടിച്ചത് അതാ പ്രശ്നം ഉണ്ടായത്. തുടക്കാൻ 12 മണിയായി വണ്ടി കഴിഞ്ഞപ്പോൾ, പിന്നെ 1 മണിയായി കിടന്നപ്പോൾ ഇന്ന് തുടക്കാനൊന്നും ടൈം കിട്ടിയില്ല. കഴിക്കാനുള്ള പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. ഗ്ലാസ്സിലും ടാപ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, ഒരു വെള്ളം ഉണ്ടായിരുന്നില്ല. ഓഹോ, ദ്വാരയുടെ വണ്ടികൾ എത്തുന്നു. നമ്മളങ്ങനെ ആൾക്കാരെല്ലാവരും കയറ്റി നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ സംഗതി ഇന്നലത്തെ അതേ പരിപാടി ആണല്ലോ. കർട്ടൻ വെച്ചു, ഇതാക്കി വെയിലടിക്കാതിരിക്കാൻ. പിന്നെ അതൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ മതി. ഇല്ല, ആയിട്ടില്ല. നമ്മളങ്ങനെ ഏകദേശം ഒരു 2:15 ആയപ്പോഴേക്കും ആൾക്കാരെ ഇറക്കി നമ്മൾ തിരിച്ചു പോകും. അങ്ങനെ കർട്ടൻ നമ്മൾ വണ്ടി നിർത്തിയിട്ട് പെട്ടിന്നല്ല ഉണ്ടായിരുന്നേ. എല്ലാകെ 3-4 കർട്ടൻ മാത്രമേ പോകുന്നു പറഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ സംഗതി കർട്ടൻ ഫുള്ളിട്ടിട്ടാണ് കഴിഞ്ഞാൽ അതിൻ്റെ വലിയ പ്രയോജനം. നമ്മൾ സുൽഫിക്ക ഷെഡിലെത്തിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ കൂളറിന് കണക്ഷൻ കൊടുക്കണം. പിന്നെ പോരാത്തതിന് നമ്മൾ മെയിൻ പേര് മാറ്റിയടിക്കുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും ചെയ്യണം. പിന്നെ പോരാത്ത സൈഡിൽ സ്റ്റിക്കർ വർക്ക് ചെയ്യണം. അങ്ങനെ കുറച്ച് കൊഞ്ചം ഫ്രണ്ടിലും കുറച്ച് പരിപാടി വേണം. അങ്ങനെ കൊഞ്ചം പരിപാടികൾ നമ്മൾ ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. ചർച്ചയാണ് ചർച്ച. പേരെത്തണ്ട ഇറക്കണം, എത്തണ്ട നീളം കൂട്ടണം. ഷെഫിക്ക, ഹരിസ്ക ആൻഡ് അളിയൻ ആൻഡ് എക്സെട്രാ. ഫാസ്റ്റാഗോ പറിച്ചിട്ട് ഒട്ടിക്കാൻ പറ്റില്ല. ഫാസ്റ്റാഗ് അവിടുന്ന് സംഗതിന് കൂളിങ് താത്തി പിടിച്ചാൽ ഫാസ്റ്റാഗിന് പണി കിട്ടും. അങ്ങനെ നമ്മൾ പേരൊക്കെ ചെയ്യുന്നത് നമുക്ക് അവിടെ മെഷീൻ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി വന്നു. സ്റ്റിക്കർ സെറ്റ് വർക്ക് ചെയ്ത് ഒന്നിന് വേണ്ടിയിട്ട് വന്നിറക്കാണ് 26. എന്തായാലും നമുക്ക് നൈസായിട്ട് പോവാം. 1, 2, 3 പൈസ കുറച്ച് തരാൻ സ്പെഷ്യൽ പെർമിഷൻ. ഇടി വെട്ടുണ്ട്. വെട്ടിക്കൊണ്ടിരിക്കാം, വെട്ടട്ടെ. ഓ, ട്രെയിൻ പോകുന്നുണ്ട്. വെട്ടിക്കേണ്ടി കാണാം. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ചുരണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിക്കർ അടിക്കാനും ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. കാരണം അളന്നെടുത്തിട്ട് ബാക്കി പ്രിൻ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് വേണം. നമ്മൾ സാധാരണ ഒരു ഫോണ്ടല്ല നമ്മൾ ചെയ്തിരുന്നത്. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതേ ഫോണ്ട് തന്നെ ഒന്നും കൂടി വലിപ്പമൊക്കെ നീട്ടിയിട്ട് ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടൊക്കെ വേണം. ഓൾറെഡി നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ രീതിയിൽ അടിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തത്.
അപ്പോൾ നല്ല രീതിയിൽ പണിയുണ്ട്, നിസ്സാരല്ല. തുടങ്ങിയിട്ടുണ്ട്. കടപ്പട പോട്ടെ. ഷഫീക്ക പോവൂ, ഗെറ്റ് ഔട്ട്. പിടിച്ചിരിക്കുന്നു ഇവിടെ എത്തിട്ടോ താഴ്ചൂടെ പുറത്തില്ല. പോയിട്ട് പിന്നീട് വണ്ടി ഇല്ല. ഉല്ലാസിന്റെ പെടുത്താൻ പോരാ. ചുരുണ്ട് പറഞ്ഞില്ല, ടൈറ്റേക്ക് പിടിക്കേ. അടവുള്ള കയറി എൻ്റെ അപ്പുറത്ത് കൂടെ പോയി. ഡോർ ക്ലോസ്. ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ കുഞ്ഞിൻ്റെ കടയിൽ സ്റ്റിക്കർ അടിക്കാൻ വന്നൊക്കെയാണ്. ചക്രയുടെ കടയിൽ സ്റ്റിക്കർ അടിക്കാൻ വന്നതാണ് ഓട്ടോ മൈൻഡ് ഗ്രാഫിക്സ്. അതാ നമ്മുടെ ഉല്ലാസ് ഇവിടെ ഇപ്പോൾ എഡിറ്റിങ്ങിൻ്റെ തിരക്കിലാണ്. ഇന്നലെ ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ചെക്കൻ്റെ വർക്ക് എത്രത്തോളമായെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് ഗായ്സ്. അതിൻ്റെ എല്ലാവരും നോമ്പ് തുറക്കാൻ വന്നതിൻ്റെ തിരക്കാണ് ഇവിടെ. എല്ലാവർക്കും നിറച്ച് വണ്ടികളാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ചക്കര സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. അതെ, നമ്മുടെ പേരൊക്കെ പൊളിച്ച് കളഞ്ഞ് ചക്കര അതാ. ഹൈ ഗായ്സ്, ഇതേ നമ്മുടെ കടയിൽ കുഞ്ഞാൻ ചേട്ടൻ വന്നത് സർവത്ത് കട്ട് കുടിക്കുന്നു. നോമ്പെടുക്കുന്ന ആൾക്കാർ കുടിക്കുന്ന സർവത്താണ് അത് കട്ട് കുടിക്കുന്നു. നിസാർക്ക് അതായിരിക്കുന്നു. ഫുഡാണ് മെയിൻ ഗായ്സ്. മുതലാളി ഗായ്സ് അതിൽ ഫുൾ റേഞ്ച് ചെയ്ത് നിൽക്കാണ് ഗായ്സ്. നമ്മൾ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം, അതായത് ലാസ്റ്റ് കണ്ട വീഡിയോ ആണ് ഈ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സംഗതി കുറച്ചും കൂടിയൊക്കെ അപ്ഗ്രേഡ് ആക്കാണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ എന്തൊക്കെ കുറവ് വരുത്തണം, എന്തൊക്കെ കുറവാവണമെന്ന് ശരിക്കും മനസ്സിലാവുന്നത്. മാറ്റങ്ങൾ കുറേ വരുത്താണ്ട് കുറേയൊക്കെ പ്ലാനിങ്ങിലുണ്ട്. പിന്നെ ഒന്നാമത് വെയിലാണ്, അത് കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ലൈറ്റിങ് അപ്ഗ്രേഡിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും സെറ്റാക്കാം. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യട്ടെ, എന്തൊക്കെ മാറ്റം വരുത്തണം. ഇതെവിടേക്കുള്ള ട്രാവലർക്ക് വീഡിയോ പിടിക്കണോ? പിന്നെ അല്ലാണ്ട് ഇതേ രീതിക്കുള്ള അടിപൊളി. അപ്പോൾ ട്രാവലറും ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ 26 സീറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബസ്സിന് അടിക്കണം, ട്രാവലറിന് അടിക്കണം, രണ്ട് അങ്ങോട്ട് കിട്ടും. മെച്ചം ഫുള്ള് ചുരണ്ടിയെടുത്തു. Oh my god. ബസ് വഴിയാ വന്നപ്പോഴേക്കും നൈസായിട്ട് ട്രാവലർ ആ പുറത്തുണ്ടായിരുന്നു, റെയിൽവേ ലൈനിൻ്റെ ആ പുറത്തുണ്ടായിരുന്ന വണ്ടി എടുത്തു കൊടുത്തിട്ട് പണിയിപ്പിക്കണം നോക്കിയൊക്കെ ഇല്ലേ സൈക്കോ. നിങ്ങളുടെ ട്രാവൽസ് ഇങ്ങനെ ഒരു ഉണ്ടോന്ന് പറയാനോ, കാരണം ഇപ്പം നടക്കുമ്പോഴേ കാര്യങ്ങൾ നടക്കും. സത്യം ട്രാവലർ അങ്ങനെ അതും പണിയെടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളെ പോറ്റാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന മുതലാളി. ഓ സാധനം വന്നച്ച് അടിയുണ്ട്. സൈഡിലടിക്കാൻ നാളെ വലിയാതെ അതിപ്പോ ചൂടാക്കി
ഗൈസ് പണി വേറൊന്നുമല്ല, നമ്മുടെ വണ്ടർ വർക്ക് നാളെ എടുക്കാൻ പറ്റൂ. കാരണം മഞ്ഞത്ത് ഒട്ടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സംഗതി നാളെ ഇനി രാവിലെയാണ് സംഗതി. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് നാളെ വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ പോരാത്ത നമുക്ക് വാട്ടർ കൂളറിന് ഇത് വിടണ്ടേ, അപ്പം അങ്ങനെയാണ് പ്ലാൻ. എന്തായാലും നമ്മൾ ട്രാവലറിന് സംഗതി സെറ്റ് ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നാ ട്രാവൽ ഹബ് എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ ചെറുതായിട്ട് അടിച്ചു സെറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റിൽ. രാവിലെ 9 മണിക്ക് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് ആൾ വന്ന് 10 മണിക്ക്. അങ്ങനെ എന്തായാലും നമ്മുടെ സ്റ്റിക്കർ വർക്കിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പുതിയ വണ്ടി വന്നിട്ടുണ്ട്, 34 സീറ്റർ, ജസ്റ്റ് ഡെലിവേർഡ്, ടെസ്റ്റ് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അവിടെ ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഔട്ടർ ലൈന് നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചതുണ്ടായിരുന്നു, ഇതിൻ്റെ ലൈനുകളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 9 മണിക്ക് ഇവിടെ വന്ന, സത്യം പറയല്ലോ 9 മണിക്ക് നമ്മളിവിടെ വന്നു. എന്നിട്ട് നൈസായിട്ട് ഞാൻ എന്നെ പോസ്റ്റാക്കിയിട്ട് കണ്ടു, പണിയെടുക്കുന്ന കണ്ടു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്തായാലും വർക്ക് ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. അങ്ങനെ ആ രീതിയിൽ ഔട്ടർ ലൈന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ ഒന്ന് ആൾട്രേഷൻ ചെയ്യണമെന്നൊരു ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ താഴത്തേക്ക് കാണുമോ അല്ല നേരെ സ്ട്രൈറ്റ് കാണുമെന്നൊരു ഇതുണ്ട്. ഒരു സംശയത്തിൽ നമ്മളവിടെ നിർത്തിയവർക്കാണ്. അതുപോലെ തന്നെ എനിക്കൊരു ഹെൽപ്പ് വേണം. നമുക്ക് ഈ ഇവിടുത്തെ ലൈറ്റ് എവിടെയെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ ആരെയും ചെയ്ത് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അത് വൈറ്റ് DRL ടൈപ്പ് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കാം. ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. നാൽപ്പത്തി സംതിങ് ഉണ്ട്. ഞാനതിന് എൻ്റെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പോട്ടെ 63 സംതിങ്. നല്ല വരുമാനമാണ് ഇപ്പൊ കിട്ടും. പക്ഷെ നല്ല രീതിയിൽ ഇതൊക്കെ വേണം. നല്ല വണ്ടറല്ല, എക്സ് നമുക്ക് ലാസ്റ്റ് വെക്കാം. ആണത്. ആ എക്സ് ലാസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. വേണ്ട വരട്ടാ ഓക്കെ വെച്ചിരിക്കുന്നു. അടിക്കുന്നു, ഊഴുന്നു. ആ ഉണ്ടായിട്ടുണ്ട്. നമുക്കിനി ഒട്ടിക്കാൻ പോവാം. എച്ച് ലാസ്റ്റേ ഉള്ളൂ, എച്ച് തീരുമാനമായിട്ടില്ല. എന്താ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. സുൽഫിക്ക എന്തൊക്കെയാ പൊളിച്ചെടുക്കാൻ നോക്കണോ? എന്താ സുൽഫിക്ക പൊളിച്ചെടുക്കുന്നത്? സ്പീക്കർ കയറ്റാണല്ലേ, ബോക്സ് നല്ലോണം നീട്ടിയടിച്ച ഒപ്പം ആവിയാവും മൊത്തം. ഓ ചേട്ടാ അവിടുത്തെ അതിപ്പോൾ തന്നെ ആവിയായിണ്ടാവും കേട്ടോ. സംഗതി എന്താ വെച്ചാൽ ആവിയായിട്ട് പോകും. അത് കാരണമാണ് ഇത്രയും വെള്ളം അടിക്കുന്നത്. നല്ല വെയിലാണ്. പിന്നെന്താ, ആര് സംഭാഷണത്തിൽ ഒരു കുറവുണ്ടാവില്ല. പുറത്തുനിന്ന് ഇങ്ങോട്ട് വാ. അങ്ങനെ ഏക്ക് തീരുമാനമായിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എന്നെ വരാണ്ട്. എന്നിനാണ് നമുക്ക് ആ താഴത്തൊരു വാലിട്ടുണ്ട്. ഇവിടേക്ക് ഉണ്ട്, പിന്നെ അവിടെ എച്ചിനും ഉണ്ട്. വെയിൽ കഴിക്കാൻ പറ്റുന്നില്ല. ഹനയായി കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ എന്നിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെന്തീ മാസ്ക് ഇട്ടുകൊണ്ട് കിടക്കണം?
റോഡ് പണിയാ നടക്കില്ല, അത്രയ്ക്ക് വലിയ പൊടിയൊന്നുമില്ല. കമാൺ ചീന്തസ. ഇതിൽ കുറേ വാലൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ കൊണ്ട് താക്കരുത്. Come on, let's go. കുറ്റി അടുത്തുണ്ട്. ഗോഡ്ര ഓട്ടം. മുപ്പര് മുകളിൽ കയറുമ്പോഴേക്കും കുപ്പയും കൊണ്ട് ചെല്ലണം, വെള്ളം അടിക്കണം. എൻ്റെ ഫോൺ അവിടെ അടിക്കണം. കമോൺ പിടിച്ചോ. കടപട കടപട. കുറച്ച് തലക്കടൊക്കെ അടിക്കാൻ നോക്കേ. കുഴപ്പമില്ല. അങ്ങനെ ഇന്നും കയറി. അങ്ങനെ പേരടിക്കൽ കഴിഞ്ഞിരിക്കുന്നു. ഫുൾ ലുക്ക് ആണെങ്കിൽ ഇങ്ങനെ എങ്ങനെയുണ്ട് അഭിപ്രായം ചെയ്യും. ജസ്റ്റ് കമൻറ്റ് ബിലോ എന്ന് പറയണ മാതിരി. നമ്മൾ ലെങ്ത്ത് കൂട്ടിയവർക്കാണ്. മറ്റേത് സാധാരണ ഉണ്ടായിരുന്നു, കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ ആശയം. അടുത്ത നമ്മൾ ട്രാവൽ ഹബിൻ്റെ അടിയാണ്. അത് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മഞ്ഞ ഏകദേശം തീരുമാനമായി. അതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ ബ്ലാക്കും കൊടുക്കണ്ടോ ഈ ട്രാവൽ ഹബിൻ്റെ? ഉണ്ടോ ചേട്ടാ? ഉണ്ട് എത്ര? അത് സെറ്റ്. ട്രാവൽ ഹബിൻ്റെ പണിപ്പുരയിൽ പോന്നോട്ടെ 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 പോന്നോട്ടെ. അടിച്ചത് വെള്ളം കുറവാകുന്നുണ്ട്. അടി പോരാന്ന് വെച്ചാൽ നാത്തക്കുട്ടി പറയണേ. മെയിൻ സ്റ്റിക്കറിന് ശേഷം സൈഡ് സ്റ്റിക്കറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സംഗതി ഞാൻ കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് വളരെ ഫാസ്റ്റാഗ് കുറച്ച് പണി ഉണ്ടായിരുന്നു. അത് റെഡിയാക്കാൻ വേണ്ടി ഓർക്കണ്ടായിരുന്നു. മീനിയും വലിയ രീതിയിൽ വലുപ്പമെല്ലാം അടിച്ചിട്ടുണ്ട്. കോണിയൊക്കെ മാറ്റിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പുള്ളിക്കാരൻ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഫുള്ള് ബ്ലാക്ക്. പലരും എന്തെങ്കിലും ബ്ലാക്ക് അടിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിന് പകരമാണ് നമ്മളിപ്പോൾ തൽക്കാലം ഓരോ ലൈൻ വെച്ചിട്ട് അടിക്കാതെ പാനലാണ് സെറ്റ് ചെയ്തത്. ഫുൾ എന്തായാലും അടിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അപ്പോഴേക്കും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പ്രോഗ്രാം നോക്കട്ടെ. എന്തായാലും ഫോണിൻ്റെ കവർ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കണ്ടോ. 2 ഫോണിൻ്റെ ഇത് നൈസായിട്ട് നല്ല പ്രീമിയം എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ തന്നെ ഇരുന്ന് വെട്ടി ഉണ്ടാക്കിയതാണ് സാധനം. ഞാൻ ഇവരുടെ അടുത്ത് ഒട്ടിയതാക്കിയിട്ട് എന്തായാലും ഞാൻ പോയിട്ട് കാണാം. ഞാൻ പോരാ കേട്ടോ. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട് ആ ഫോണവിടെ പോയിട്ട് വരാം. ഇക്കാൻ്റെ ഫോണവിടെ വൈഫൈ ഉള്ളത് 8 GB വേണ്ടേ. അത് ഒറ്റയടിക്ക് തീർക്കണമെങ്കിൽ ഇക്കാൻ്റെ കടയ്ക്ക് തന്നെ പോകാം. അടുത്ത ഘട്ടമായിട്ട് ഗ്ലാസ്സുകൾ കൂളിംഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധികം ഗ്ലാസ്സൊന്നുമില്ല, ഈ 2 ഗ്ലാസും പിന്നത്തെ ഈ ഒരു സൈഡ് കൂളിംഗ് അടിച്ചാൽ അതൊരു പ്രത്യേക ഒരു ഈട്ട് പോലെ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് കാരണം കൂളിംഗ് അടിക്കാൻ കാരണം. മെയിൻ ഗ്ലാസ് എന്തായാലും കൂളിംഗ് അടിക്കുന്നില്ല. മുകളിലത്തെ ആ പീസും കൂടി മാറണം. ഓക്കെ, അതാണ് ഇത്തെ സെറ്റ് പ്രോഗ്രാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ഇനി ഇതെന്തായാലും അടിക്കണം കേട്ടോ. ഈ ഒരു ഗ്ലാസ് അടിക്കണം. കാരണം വെയിലടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കൂളിംഗ് അടിക്കുക. നമ്മൾ ഓൾറെഡി ബാക്കിയുള്ള വീഡിയോസിൽ പറഞ്ഞതാണ്. ഓരോരുത്തരായിട്ട് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ഈ ട്രാവലറിൻ്റെ പണിയെടുക്കണം. അതുപോലെ തന്നെ ബസ്സിൻ്റെ പണി തന്നെ തുടങ്ങിയിട്ടില്ല പറയാം. ട്രാവലർ എന്തായാലും ചായ കുടിക്കാനോ? ഞാൻ കുറച്ച് മുമ്പ് കഴിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ പോയി കുടിച്ചിട്ടേ യാ അങ്ങോട്ട് പോകണം. നിങ്ങൾ പെട്ടു ശരിക്കും പെട്ടു. അതെ, ചായ കുടിക്കാൻ കട എവിടെ ഉള്ളത്? ഈ പുറത്തുണ്ട് കട. അടച്ചോ?
ചായക്കട എവിടെ അല്ല ഏട്ടാ? ഞാൻ മുകളിൽ കയറിക്കോ, ലെഫ്റ്റ് കയറിക്കോ. ലെഫ്റ്റ് ലെഫ്റ്റ് കയറി ലെഫ്റ്റ് സൈഡിലുണ്ടോ? അതായത് ഇവിടുന്ന് മോളിക്ക് റോഡ് പോകണില്ലേ, അവിടെ കയറിയിട്ട് ഇവിടെ ഇതാക്കിയത്. ഇപ്പം മനസ്സിലായി കട. അത് ക്ലിപ്പിടാനായിട്ട് അത് ഞാൻ തരാം. പണി നടക്കണേടയിൽ എന്നെ കൂട്ടാതെ പോയിട്ട് ഹൈറൈറ്റർ ഡെലിവറി എടുത്ത് പോകുന്ന നടക്കുകയാണ്. ഷെഫിക്കടെ ഹൈറൈറ്റർ ബ്ലാക്ക് 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 കൊള്ളാം. നൈസ്. ജസ്റ്റ് ഡെലിവേർഡ്, നാട്ടിലെത്തിയിട്ടുള്ള സാധനം. നല്ല പൈസ ഇറക്കി. ഇത് ഫുള്ള് ഡീക്രോം ചെയ്യാം അല്ലേ? നമുക്ക് ഈ ലൈന് ഫുള്ള് ഡീക്രോം ചെയ്യാം. അതാകുമ്പോൾ ഫുള്ളായിട്ട് ഡാർക്ക് എഡിഷൻ പോലെ ഉണ്ടാവും. ടൊയോട്ട എംബ്ലം ആണെങ്കിലും അതും വേണേൽ ഡീക്രോം ചെയ്ത് കളയാം. അതെ ഇതോ അപ്പം അത് ചീന്തിട്ട് വിട്ടായി. ബ്ലാക്ക് എടുത്താൽ മതിയായിരുന്നു. അല്ല ഇത് ഡീക്രോം ചെയ്താൽ ഒന്നും കൂടി വൃത്തി ഉണ്ടാവും വണ്ടി. പിന്നെ ക്രോം എലമെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ വണ്ടിയിൽ. അത് വെപ്പിച്ചാടാ. അതെ അത് വെപ്പിച്ചിട്ടുള്ളതല്ലേ. അത് ഈ വണ്ടിക്ക് ഭംഗിയുണ്ട്, ഓവറാക്കിയിട്ടില്ല. ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഷെഫിക്ക ഇവിടെ ഉണ്ടാവുമല്ലോ ക്രോം എലമെന്റ്. ഇവിടെ വേണേ അതാ അല്ല ഉണ്ടെന്ന് പറയുന്നുണ്ടാവും കമ്പനിക്കാർ. എന്തായാലും സംഗതി പൊളിച്ചു. നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് നാളെ എടുക്കാനുള്ള ഇതാണെന്ന്. സംഗതി അതേപോലെ തന്നെ എടുത്തിരിക്കുകയാണ്. യെസ്, ഹൈബ്രിഡ് ആണ് കേട്ടോ സാധനം. യെസ്, ഞാൻ വീണ്ടും ഗ്ലാസ് എല്ലാം അടുത്ത് കറക്റ്റെല്ലാം ഇട്ടു. നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത ആൾട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതാ ബ്ലാക്ക് അടിക്കണം പറഞ്ഞു. ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ലിപ്പിൽ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അവിടെ കണ്ണിൻ്റെ അവിടെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നീട് ആ റിഫ്ലക്ടർ രണ്ടോ എക്സ്ട്രാ ആണോക്കാ? അങ്ങോട്ട് കഴിക്കാൻ പത്താവില്ല, അത്ര വേണ്ട. അഡ്വെഞ്ചർ അഡ്വെഞ്ചർ പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കി. ഫുള്ള് ഭാഗം ഞാൻ നാളെ കാണിച്ചു തരാം. അതായത് അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ബാ. ഇന്നെന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ 2 വണ്ടി നമ്മൾ ഷെഡിൽ കൊടുത്തിട്ടുണ്ട്. നാളെ കല്യാണ ട്രിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എപ്പോഴാണ് ദിവസം തൊട്ട് കമന്റ് ബോക്സ് ആയിരിക്കാം. സോ അടുത്തൊരു പുത്തൻ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ബൈ ടേക്ക് സൈനിങ് ഓഫ്. ഓക്കെ, ഇനി എന്തായാലും അടുത്ത വിശേഷങ്ങളായിട്ട് നോക്കാം.